പ്രിയപ്പെട്ട ആബിദ് മാട്ടിൻ ഇന്ന് നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലമായിരുന്ന സുന്നി ഗ്ലോബൽ വോയിസ് അനുസ്മരണ പരിപാടി നടത്തുന്നു എന്ന് നസീർ മുതുകുറ്റി നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിരുന്നു. 11:30 എന്ന് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾക്കറിയാം, ദിവസങ്ങളായി ഞങ്ങളെല്ലാം സമ്മേളന തിരക്കിലും ഇന്നലെ വളരെ വൈകി പുലർച്ചെ വീട്ടിലെത്തിയപ്പോൾ ആബിദിന്റെ മരണം അറിഞ്ഞപ്പോൾ പിന്നെ ഇതുവരെയും അതുമായുള്ള പ്രവർത്തനങ്ങളിലുമായി ഇന്ന് മഗ്‌രിബോട് കൂടെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷേ 11:30 ഉറങ്ങിയാൽ വാക്ക് പാലിക്കാൻ സാധിക്കാതിരിക്കുമോ എന്ന ഭയം കൊണ്ട് എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾക്ക് തടസ്സമായോ എന്നറിയില്ല, ഞാൻ മൈക്ക് ചാടിയെടുത്തതാണ്. വാക്ക് പാലിക്കുന്നതിന് വേണ്ടി മാത്രം അല്പസമയം നേരത്തെ ആയതെങ്കിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അരീക്കോട് മജ്മഇന്റെ ഇംഗ്ലീഷ് സ്കൂൾ ക്യാമ്പസിനോട് തൊട്ടടുത്താണ് ആബിദ് താമസിക്കുന്നത്. 30 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. ഇനി കൂടിയാൽ ഒരു വയസ്സും കൂടെയൊക്കെ കൂടിയേക്ക്, അത്രയേ ഉള്ളൂ. വിവാഹം ചെയ്തിട്ടില്ലെന്നേ തോന്നുകയുള്ളൂ. വളരെ അന്തസ്സായ ജീവിതമാണ്. നല്ല വസ്ത്രം ധരിച്ച് എല്ലാവരോടും പുഞ്ചിരിച്ച് ആരെന്തു പറഞ്ഞാലും ഖാലൂ സലാമ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ മാന്യമായി പ്രതികരിക്കുന്ന, എൻ്റെ അറിവിൽ ഇന്നോളം ഒരാളെയും വേദനിക്കുന്ന ഒരു വാക്കുപോലും പറയാത്ത വളരെ സൈലന്റായി ജീവിച്ച ആളായിരുന്നു ആബിദ്. അദ്ദേഹത്തിന്റെ ഉപ്പ 10 വർഷം മുമ്പ് മരണപ്പെട്ടു. ഉപ്പയുടെ രണ്ടാമത്തെ ഭാര്യയാണ് ആബിദിന്റെ ഉമ്മ. അതുകൊണ്ട് തന്നെ സ്വന്തമായി വീടോ പറമ്പോ അവർക്കില്ല. മജ്മഇന്റെ തൊട്ടടുത്ത വീടായ കല്ലരട്ടിക്കൽ ആയിഷ എന്നവരെ അദ്ദേഹം വിവാഹം, മോന്തിൻകുട്ടി എന്നാണ് ഉപ്പന്റെ പേര്, അദ്ദേഹം വിവാഹം ചെയ്തു. അവരുടെ ഭാര്യയുടെ ഉമ്മ അഥവാ ആബിദിന്റെ ഉമ്മന്റെ ഉമ്മ താമസിച്ച ഒരു കൊച്ചു വീട്, ഓടിട്ട പഴയൊരു വീട്, ഒരു 2-2.5 സെന്റിൽ, 3 സെന്റ് ഉണ്ടാകാൻ സാധ്യതയില്ല, അങ്ങനെ ഒരു കുടിയിൽ താമസിച്ചു വരികയായിരുന്നു. ആബിദിന്റെ ഉമ്മക്ക് ആബിദിന്റെ പുറമെ ഒരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ താമസം മാറിപ്പോയിട്ടുണ്ട്. പിന്നീടൊരു പെങ്ങളുണ്ട്. ആ പെങ്ങളെ ഒരു 2ാം കല്യാണമായിട്ടാണ് നടത്തിക്കൊടുത്തത്. അതുകൊണ്ട് അതിന്റെ ബാധ്യതയും ആബിദിന് തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് ഭാര്യയും 2 കുട്ടികളുമാണ്. ഭാര്യയുടെ 1.5 വയസ്സായപ്പോൾ, ഭാര്യയ്ക്ക് 1.5 വയസ്സായപ്പോൾ പിതാവ് മരണപ്പെട്ടു പോയിരുന്നു. പൂർണ്ണമായ ഒരു യത്തീം കുട്ടിയെ ആബിദ് കല്യാണം കഴിക്കുകയുണ്ടായി. ഒന്നും സാമ്പത്തികമായി അവർക്ക് തരാൻ കഴിവില്ല എന്നറിഞ്ഞിട്ടും തന്റെ ആദർശത്തിന് വേണ്ടി താൻ അങ്ങനെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് ഭാര്യയുടെ കുടുംബത്തിൽ യാതൊരു വരുമാനവുമില്ല. ഉമ്മന്റെ ഉമ്മ താമസിച്ച ആ 2-2.5 സെന്റിലുള്ള ഓടിട്ട ഒരു ചെറിയ കൊച്ചു വീട്. എന്നാൽ ഉമ്മന്റെ ഉമ്മക്ക് അഥവാ ആബിദിന്റെ ഉമ്മക്ക് ആങ്ങളമാരും ആയി മറ്റുണ്ട്. അതിൽ പലരും നാമുമായി ബന്ധപ്പെട്ടവരല്ല, മുബത്തദീങ്ങളുമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇനി നമ്മുടെ മുന്നിലുള്ള പ്രധാനമായ വിഷയം, ആബിദ് പോയിരിക്കുന്നു. പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മന്റെ ഉമ്മക്ക് 82ഓളം വയസ്സുണ്ട്. ആ വല്യമ്മ, അതുപോലെ ആബിദിന്റെ വാപ്പയില്ലാത്ത, ആബിദിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആബിദിന്റെ ഭാര്യ വാപ്പയില്ലാത്ത യത്തീം കുട്ടിയാണ്. അപ്പൊ ആബിദിന്റെ ഭാര്യയും 4.5 വയസ്സായ ആൺകുട്ടിയും 2 വയസ്സായ പെൺകുട്ടിയാണ്. 2 ആകുന്നേ ഉള്ളൂ ആബിദിനുള്ളത്. അപ്പൊ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഉമ്മയെയും ഭാര്യയെയും 4.5 വയസ്സായ ഒരാൺകുട്ടിയെയും 2 വയസ്സായ ഒരു പെൺകുട്ടിയെയും നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ആബിദ് ഇന്നലെ രാത്രി 2:30 മണിക്ക് വഫാത്താവുകയുണ്ടായി. ആബിദിന് സ്വന്തമായി ഞാൻ ഈ പറഞ്ഞ ഈ കുടുംബത്തിന്
ഒരു ആബിദിന് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ അവരെ ഭാര്യയ്ക്കും ഉമ്മക്കും 2 അനാഥ കുട്ടികൾക്കും കയറിക്കിടക്കാൻ സ്വന്തമായ ഒരു വീടോ ഇല്ല. അതുകൊണ്ട് തന്നെ നാം ആ ബാധ്യത ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യം, സുന്നി ഗ്ലോബൽ വോയിസ് തുടങ്ങിയ അന്നു മുതൽ അതിന്റെ നിരന്തരം വർക്കറായ ഒരു അഡ്മിനായിരുന്നു അദ്ദേഹം. ഒരൊറ്റ സെക്കൻഡ് പോലും പരിപാടിക്ക് തടസ്സം വരരുതെന്ന നിലക്ക് വയലിന്റെ കാസറ്റുകൾ സംഘടിപ്പിച്ചും പരിപാടി ഉള്ളയിടത്തേക്ക് ലാപ്ടോപ്പുമായി ഓടിയും ഉസ്താദന്മാരെ വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ സമയം കണക്കാക്കുകയും ചെയ്തുകൊണ്ട് അന്ന് തന്റെ ആദർശ പ്രചരണത്തിന്റെ മുഖ്യവേദിയായി SCBയെ തെരഞ്ഞെടുത്തു. അതിനുവേണ്ടി അദ്ദേഹം ജീവിച്ചു. ഇപ്പോൾ സർവതലസ്പർശിയായ ദഅവ എന്ന ലക്ഷ്യം വെച്ച് SYS 60-ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ സൈബർ മേഖലയിലും ദീനീ ദഅവ സജീവമാക്കാനുള്ള ചർച്ച വന്നപ്പോൾ അതിൽ മുന്നിട്ട് വരികയും തന്റെ സമയം അതിനുവേണ്ടി നീക്കിവെക്കുകയും ചെയ്തു. SYSന്റെ കീഴിൽ ഇസ്ലാമിക് മീഡിയ മിഷൻ TV അങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിന്റെ മുന്നണിയിൽ വരികയും ഇന്നലെ ഏകദേശം രാത്രി 1:45 വരെയും അതുമായി ഷോലാവുകയും ചെയ്തു. പോസ്റ്റർ മുഖേന 27, 28 മാർച്ച് 1 3 ദിവസങ്ങളിലാണ് സമ്മേളനം നാം തീരുമാനിച്ചിരുന്നെങ്കിലും സമ്മേളനം അതിന്റെയും 4 ദിവസം മുമ്പ് തുടങ്ങിയത് നിങ്ങൾക്കറിയാം. അന്ന് എടരിക്കോടെത്തിയതാണ് ആബിദ്. എടരിക്കോട്ടേക്ക് പുറപ്പെടുമ്പോൾ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും ബൈക്കിലിരുത്തി അവരെ വീട്ടിൽ ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഇനി സമ്മേളനം കഴിഞ്ഞ് ഞാൻ വരുള്ളൂ, അവർക്ക് പ്രയാസം വരരുത് എന്ന് പറഞ്ഞ്. അങ്ങനെ സമ്മേളനം കഴിഞ്ഞ് ഇന്ന് വീട്ടിലെത്തി രാവിലെ ഭാര്യയെയും കുട്ടികളെയും കൊണ്ടുവരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. പക്ഷെ വിധി മറ്റൊന്നായി. ഇന്നലെ ഏകദേശം ഒരു 2 മണിയായി കാണും അദ്ദേഹം സമ്മേളന നഗരിയിൽ നിന്ന് യാത്ര പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് പോരുന്നത്. എടവണ്ണപ്പാറ ജലാലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ IT മാഷ് നൂഹ് മമ്പാടും അദ്ദേഹത്തിനോടൊപ്പം ബൈക്കിൽ അരീക്കോട്ടേക്ക് പോന്നിരുന്നു. മഞ്ചേരി എത്തി നെല്ലിപ്പറമ്പിലെത്തിയപ്പോൾ ആബിദ് ഉറങ്ങിയതാകാനാണ് സാധ്യത. താൻ ഓടിച്ച ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് തല തകർന്ന് തൽക്ഷണം അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജനാസ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. അവിടെയുള്ള നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാത്തിനും ഖമറുൽ ഉലമയുടെ നേതൃത്വമുണ്ടായിരുന്നു. പിന്നീട് ആ ജനാസ മർക്കസ് സഖാഫത്ത് സുന്നിയിലെത്തിക്കുകയും ഖമറുൽ ഉലമയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും നിസ്കരിക്കുകയും ചെയ്തു. ഏകദേശം ഒരു 4 മണിയായപ്പോഴേക്ക് ജനാസ അദ്ദേഹത്തിന്റെ വെല്ലിമ്മയുടെ വീട്ടിൽ ആ കൊച്ചു കുടിലിൽ എത്തിയപ്പോഴേക്കും ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ, ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, SYSന്റെ പ്രസിഡന്റ് പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സെക്രട്ടറിമാരായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മജീദ് കക്കാൾ, റീഡ് പ്രസിന്റെ മാനേജിംഗ് ഡയറക്ടർ N അലി അബ്ദുള്ള, SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സഖാഫി, സെക്രട്ടറി മജീദ് മാഷ് അരിയല്ലൂർ, SSFന്റെ ജില്ലാ ഡിവിഷൻ സെക്ടർ ഭാരവാഹികളും SYSന്റെ സ്റ്റേറ്റ് നേതാക്കളെല്ലാവരും എന്ന് പറഞ്ഞാൽ തെറ്റില്ല. A സൈഫുദ്ദീൻ ഹാജി തിരുവനന്തപുരം, PMSA തങ്ങൾ തൃശൂർ, അങ്ങനെ ഒട്ടനേകം നേതാക്കന്മാർ, ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, 10,000 എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അത്രയും വലിയ ജനക്കൂട്ടം അവിടെ എത്തുകയും മയ്യത്ത് നിസ്കരിക്കുകയും 5 മണിയോടുകൂടെ അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നേതാക്കന്മാർക്കെല്ലാം തിരക്കായിരിക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ പലരും വന്നുപോകും, ചിലർ മയ്യത്ത് നിസ്കരിക്കും,
എന്നാൽ പലരും ഖബറിന്റെ ഭാഗത്തേക്ക് വരാറില്ല. എന്നാൽ ആബിദിന് കിട്ടിയ നേട്ടം മഹാനായ ശൈഖുന ഖബറുൽ ഉലമ സമ്മേളനത്തിന്റെ ആദ്യാവസാനം മഹാനായ ഖമറുൽ ഉലമ എ.പി. ഉസ്താദ് സമ്മേളനത്തിന്റെ ആദ്യാവസാനം വരെ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്നലെ ദ്വാരന്ന് മഴ പെയ്ത് ആ മഴയും കൊണ്ട് രാത്രിയോടുകൂടെ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെയും സമ്മേളന നഗരിയിൽ സജീവമായ ഖമറുൽ ഉലമ മഹാനവറുകൾ പ്രത്യേകം താല്പര്യമെടുത്ത് അദ്ദേഹം ജനാസ മർക്കസിലെത്തിച്ച് അവിടെ നിസ്കരിച്ചു. അത് കഴിച്ചാൽ ബാക്കി നേതാക്കളെല്ലാം വന്നവരിൽ മഹാഭൂരിപക്ഷവും ആബിദിൻ ജനാസ മറവ് ചെയ്ത് തെൽക്കീം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് തസ്ബീത്തും ചൊല്ലിയ ശേഷമാണ് പിരിഞ്ഞു പോകുന്നത്. ഏകദേശം മഗ്രിബോടുകൂടെ നോക്കൂ, 30 വയസ്സോളമുള്ള ഒരു ചെറുപ്പക്കാരന് ഇതിലപ്പുറം ഇനി എന്ത് നേടാനുണ്ട്? എത്രയോ ആളുകൾ നമ്മളിൽ മരിക്കുന്നു, എത്രയോ ആളുകൾ ആക്സിഡന്റ് ആകുന്നു. അവരെ ഹയാത്താരും അറിഞ്ഞില്ല, അവരെ മൗത്തുമാരും അറിഞ്ഞില്ല. അതേസമയത്ത് കേരളത്തിലെ ആർജവമുള്ള പ്രസ്ഥാനത്തിന്റെ സൈബർ മേഖലയിലെ ഒരു സന്ദേശം നൽകുന്ന ആളായി എന്ന ഒറ്റക്കാരണത്താൽ നമ്മുടെ സംഘകുടുംബത്തിന്റെ നേതൃതല മൊത്തം പങ്കെടുക്കുന്ന രൂപത്തിലേക്ക് ആബിദിനെ ഉയർത്തിയത് അദ്ദേഹത്തിന്റെ പ്രാസ്ഥാനിക ബന്ധമാണെന്ന് ഓർക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് കിട്ടുന്ന മഹാഭാഗ്യം എന്ന് നമ്മൾ ഓർക്കണം. നീട്ടി ഞാൻ സംസാരിക്കുന്നില്ല. ധാരാളം ആലിമീങ്ങൾ ഈ ചടങ്ങ് സജീവമാക്കുന്നുണ്ട്. നിങ്ങൾ ആബിദിന് വേണ്ടി ദുആ ചെയ്യണം. ഒട്ടും വൈകാതെ, ശബ്ദത്തിന് ചെറിയ കമ്മിയുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്, ഞാനിപ്പോൾ നിർത്താം. ഒട്ടും വൈകാതെ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ആബിദിന്റെ ജനാസ നിസ്കരിക്കുന്നതിന് മുമ്പ് അവിടെ കൂടിയ ആളുകളോട് അദ്ദേഹത്തിന്റെ ബാധ്യതയെല്ലാം പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി. അത് നേതാക്കന്മാർ നിർദ്ദേശിച്ചതാണ്. ആ ഏറ്റെടുത്തതിന്റെ ഭാഗമായി ആബിദിന്റെ ഉമ്മക്കും ഭാര്യക്കും 2 അനാഥ കുഞ്ഞുങ്ങൾക്കും സന്തോഷത്തോടുകൂടെ താമസിക്കാൻ ഒരു വീട് വെക്കണം. അതിനാദ്യമായി സ്ഥലം വാങ്ങണം. ആ സ്ഥലം വാങ്ങുന്ന വിഷയവുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങാൻ പോവുകയാണ്. നിങ്ങളെ എല്ലാവരെയും കണ്ടിട്ടാണ് ആ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത്. എന്റെ നമ്പറെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നസീർ മുതുക്കുറ്റിയുമായും ബന്ധപ്പെട്ടാൽ അറിയാം. നിങ്ങൾ നിരന്തരം ബന്ധപ്പെടണമെന്നും ഈ ചൂട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഖത്തം ഓതാനും തഹ്‌ലീൽ ചൊല്ലാനും ഒക്കെ മുന്നോട്ട് വരുന്നത് പോലെ തന്നെ ആ 4.5 വയസ്സായ കുട്ടിയുടെയും 2 വയസ്സായ പെൺകുട്ടിയുടെയും പാവം അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും വയസ്സായ ഉമ്മയുടെയും കാര്യം എല്ലാവരും ഓർക്കണമെന്നും അതിനകമഴിഞ്ഞ് സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നമുക്ക് പിന്നീട് സംസാരിക്കാം. നമ്മുടെ സുന്നി ഗ്ലോബൽ വോയിസ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചരണ രംഗത്ത് വലിയ നേട്ടമാണ് നടത്തിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് തുടരണം. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമർ റഹീമായ അല്ലാഹ്. ഇന്നലെ ഈ സമയത്ത് ഞങ്ങളെ ആലിമീങ്ങളെ ശബ്ദം ലോകത്ത് മൊത്തം എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിരുന്ന ആബിദ് ഇന്ന് ഈ സമയത്ത് ഞങ്ങളോടൊപ്പമില്ല. അല്ലാഹുവേ, നീ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. ആഖിറത്തിൽ നീ അദ്ദേഹത്തിന് മതിയാക്കി കൊടുക്കണേ അല്ലാഹ്. മതിയായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ കൺകൊള്ളുക കാണുന്ന അമലായി നീ കബൂലാക്കണേ അല്ലാഹ്. ഖബറുള്ള ഇടുക്കത്തിൽ നിന്ന് അദ്ദേഹത്തിന് സുരക്ഷ നൽകണേ അല്ലാഹ്. اللهم ثبته عند السؤال، اللهم ألهمه الجواب، اللهم جاف القبر عن جنبي، اللهم غفر له ورحمه. നീ അദ്ദേഹത്തിന്റെ ആ ചെറുപ്പക്കാരന്റെ 30ഓളം വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയുടെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കുകയും പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുകയും സന്തോഷമുള്ള ജീവിതം നൽകുകയും ചെയ്യണേ അല്ലാഹ്. അദ്ദേഹം ഇവിടെ ബാക്കിയാക്കിയ
ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉമ്മയെയും ഒക്കെ നല്ല നിലയിൽ സന്തോഷത്തോടുകൂടി ജീവിപ്പിക്കാൻ സഹകരിക്കാനും സഹായിക്കാനും ഞങ്ങൾക്കൊക്കെ നീ അവസരം നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നീ ഇസ്സത്ത് നൽകുകയും മൗത്തിന്റെ സമയത്തും ഇസ്സത്ത് നൽകുകയും ചെയ്യണേ അല്ലാ. برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.